പൂച്ചക്കണ്ണുള്ള ഈ നടനെ കണ്ടാൽ നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മ വരുന്നത് വില്ലൻ കഥാപാത്രങ്ങൾ തന്നെയായിരിക്കും. ഒരുപിടി നല്ല വില്ലൻ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ശ്രദ്ധേയനായി മാറിയ ഒരു താരമാണ് നടൻ സുദേവ് നായർ. ഇപ്പോൾ താരത്തിൻ്റെ വീട്ടിൽ നിന്നൊരു സന്തോഷ വാർത്തയാണ് പുറത്തുവരുന്നത്. ഏറെ നാളായി അവിവാഹിതനായി കഴിഞ്ഞ അദ്ദേഹം ഇപ്പോൾ സ്വന്തമായി ഒരു പാതിയെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞ ചിത്രങ്ങളാണ് പുറത്തുവരുന്നത്. നടൻ സുദേവ് നായർ വിവാഹിതനായി എന്നുള്ള സന്തോഷ വാർത്ത തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്നത്. സുദേവ് നായർ കല്യാണം കഴിച്ചത് അമർദീപ് കൗറിനെയാണ്. മറ്റ് ഭാഷക്കാരിയായ അമർദീപിനെ എങ്ങനെയാണ് കണ്ടുമുട്ടിയതെന്നും നിങ്ങൾ തമ്മിൽ പ്രണയവിവാഹമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് പ്രേക്ഷകർ ആദ്യം എത്തുന്നത്. എന്നാൽ ആശംസകൾ അറിയിക്കാൻ ആരും മറന്നിട്ടില്ല. നിരവധി പേരാണ് ഇപ്പോഴും ആശംസകൾ അറിയിച്ച് എത്തുന്നത്. ചേട്ടനെ കാണുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. പൂച്ചക്കണ്ണുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട വില്ലനാണ്. പക്ഷേ ഞങ്ങൾക്കെല്ലാവർക്കും ചേട്ടൻ്റെ അഭിനയമൊക്കെ വളരെയധികം ഇഷ്ടമാണ് എന്ന് നിരവധി പേരാണ് ഇപ്പോൾ പറഞ്ഞെത്തുന്നത്. സുദേവിനോട് മലയാളികൾക്ക് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നു. സുദേവിൻ്റെ വിവാഹ വാർത്തയ്ക്ക് വലിയ പ്രതികരണം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. ആദ്യം ഇദ്ദേഹത്തിൻ്റെ വിവാഹ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത് ഇദ്ദേഹം വിവാഹിതനല്ല എന്ന്. ഇത്രയും പ്രായമായിട്ടും എന്തുകൊണ്ട് വിവാഹം കഴിച്ചില്ല എന്ന് ഇപ്പോഴാണ് എല്ലാവരും അറിയുന്നതും ചോദിക്കുന്നതും. വില്ലൻ കഥാപാത്രങ്ങളിലൂടെ വളരെയധികം പ്രശസ്തനായി മാറിയ താരം തന്നെയാണ്. പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരൻ. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ തന്നെ പറയണം. വില്ലൻ കഥാപാത്രങ്ങൾക്ക് ചേരുന്ന ഒരു പ്രതീതി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നൽകുന്നതെന്ന് പ്രേക്ഷകർ തന്നെ ഇപ്പോൾ പറയുന്നു. എന്തായാലും സുദേവിന് വൈകിയാണെങ്കിലും തൻ്റെ പ്രിയതമയെ സ്വീകരിക്കാൻ കഴിഞ്ഞല്ലോ എന്നും വിവാഹിതനായല്ലോ എന്നും മലയാളത്തിലെ ഞങ്ങളുടെ എല്ലാവരുടെയും യുവ വില്ലന് ആശംസകളെന്നും നിരവധി മലയാളികളാണ് പറഞ്ഞെത്തുന്നത്. നിരവധി പേർക്ക് ഇപ്പോൾ സുദേവ് മറുപടി നൽകുന്നുണ്ട്. വളരെ കുറഞ്ഞ കാലം കൊണ്ട് പ്രേക്ഷക ശ്രദ്ധ നേടിയ നടൻ തന്നെയാണ് സുദേവ് നായർ എന്ന് പറയാം. വിരലിലെണ്ണാവുന്ന കഥാപാത്രങ്ങളും സിനിമകളും മാത്രമാണ് സുദേവ് ചെയ്തിട്ടുള്ളത്. എന്തു തന്നെ ആയാലും ചെയ്തു തീർത്ത കഥാപാത്രങ്ങളെല്ലാം ഒന്നിനൊന്ന് മികച്ചത് തന്നെയാണ്. അതുകൊണ്ട് പ്രേക്ഷകർക്ക് സുദേവിനെ വളരെയധികം സുപരിചിതനായി തന്നെ കാണുന്നു. ആദ്യ ചിത്രത്തിലൂടെ തന്നെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം വരെ സുദേവ് നേടിയിട്ടുണ്ട്. ഇന്ന് കരുത്താർന്ന കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിലെ സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞ നടൻ കൂടിയാണ് സുദേവ്. ആരാധകർക്ക് സർപ്രൈസ് ആയാണ് ഇപ്പോൾ താരത്തിൻ്റെ വിവാഹ വാർത്ത വന്നത്. ആരും അറിയാത്തൊരു വിവാഹം തന്നെയായിരുന്നു. വരനായി ഇപ്പോൾ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന സുദേവിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഭൂരിഭാഗം പ്രേക്ഷകരും സുദേവ് വിവാഹിതനാകാൻ പോകുന്നു എന്ന വാർത്ത അറിഞ്ഞത്. ഇതിനെക്കുറിച്ച് താരങ്ങളും പ്രതികരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. അടുത്ത സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും മാത്രം പറഞ്ഞൊരു ചെറിയ ആഡംബരമൊന്നുമില്ലാത്ത വിവാഹമാണ് സുദേവ് ഇപ്പോൾ നടത്തിയിരിക്കുന്നതെന്നും അമ്പലത്തിലെ സാധാരണ ചാലികെട്ട് ചടങ്ങിന് ശേഷം ഇപ്പോൾ ബാക്കിയുള്ള ചടങ്ങുകളെല്ലാം നടക്കുന്നതേ ഉള്ളൂവെന്നും അപ്പോഴേക്കാണ് പ്രേക്ഷകർ ചിത്രം കണ്ട് സുദേവിന് വിവാഹമംഗളാശംസകൾ നേർന്നെത്തുന്നതെന്നും പറയുന്നു. അതീവ രഹസ്യമായി തന്നെ നടന്ന വിവാഹമെന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. അധികം ആരെയും ക്ഷണിക്കാത്ത ഒരു താരനിബിഡമൊന്നുമല്ലാത്ത ഒരു ചെറിയ സാധാരണ വിവാഹം. എന്നാൽ ഇങ്ങനെയും വിവാഹം നടത്താമെന്നും ഇങ്ങനെയാണ് വിവാഹം നടത്തേണ്ടതെന്ന് ഇവിടെയുള്ളവർ കണ്ടുപഠിക്കണമെന്നൊക്കെ സുദേവിന്റെ സാധാ വിവാഹം കണ്ടും വിവാഹ ചിത്രങ്ങൾ കണ്ടും പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട്. ആഡംബരമൊന്നുമില്ലാതെ ആ നടൻ വിവാഹം കഴിച്ചതുപോലെ ആകണം നമ്മളും കല്യാണം കഴിക്കേണ്ടതെന്നും ഇവിടുത്തെ താരങ്ങൾ കണ്ടുപഠിക്കേണ്ടതെന്നും നിരവധി പേരാണ് പറയുന്നത്. ഭാര്യയുടെ പ്രത്യേക നിറഞ്ഞ പേരിനെക്കുറിച്ചും പ്രേക്ഷകരൊക്കെ തന്നെയും ചോദിച്ചെത്തുന്നുണ്ട്. കൗർ എന്ന് പറയുന്നത് പൊതുവെ നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഹിന്ദിക്കാരുടെ ഇടയിൽ വരുന്ന ഒരു സർനെയിമാണെന്നും സുദേവിന്റെ ഭാര്യയ്ക്ക് എങ്ങനെ ആ പേര് ലഭിച്ചു എന്നൊക്കെ നിരവധി പേർക്ക് സംശയവുമുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.